1.5 വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ന്യൂസിൽ കണ്ടതാണ്. ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നതും അതിനെ സൺഷെയ്ഡിൽ നിർത്തിയിട്ട് പോകുന്നതും നാട്ടുകാർ കാണാറുണ്ടായിരുന്നു. ഒരു പയ്യൻ അവരുടെ വീടിൻ്റെ അടുത്തുള്ളതാണെന്ന് തോന്നുന്നു. ആ പയ്യൻ വന്നിട്ട് മീഡിയയോട് വലിയ കാര്യത്തിൽ പറയുന്നത് കേട്ടു. ആ കുഞ്ഞിനെ സൺഷെയ്ഡിൽ നിർത്തിയിട്ട് പോകുന്നത് കാണാറുണ്ടായിരുന്നു. ആ കുഞ്ഞ് വളരെ പേടിച്ചാണ് അവിടെ നിൽക്കാറുണ്ടായിരുന്നത് എന്നൊക്കെ. പിന്നെ വേറൊരു ന്യൂസിൽ കണ്ടു, അഷ്കറിൻ്റെ ഉമ്മ പറയുന്നത് ആ കുഞ്ഞിനെ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലായിരുന്നു. ആ കുഞ്ഞിനെ രണ്ടുപേരും അടിക്കാറുണ്ട്, മർദ്ദിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാത്തതിന് അഷ്കർ ചവിട്ടാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ കണ്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ സമയത്ത് ഇവർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അവരൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞൊരു പക്ഷെ ഇന്നും ജീവനോടെ ഇരുന്നേനെ. മരിച്ചു കഴിഞ്ഞ് അതിന് കാരണക്കാരായവരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണോ ഇവർക്ക് വാ തുറക്കാൻ തോന്നിയത്? അന്ന് ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നത് നാട്ടുകാർ കാണാറുണ്ട്, സൺഷെയ്ഡിൽ നിർത്തുന്നത് നാട്ടുകാർ കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാമായിരുന്നു. ഒന്നെങ്കിൽ അത് അധികാരപ്പെട്ടവരെ ഇത് അറിയിക്കുകയോ, അല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരായി ഇന്ന് ആൾക്കാർ കുറവാണ്. പിന്നെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ കുറവാണ്. അപ്പോൾ ആ ഫോണിൽ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ആ കുഞ്ഞിന് ഒരു രക്ഷ കിട്ടിയേനെ. ഒരു പക്ഷേ ആ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരുന്നേനെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അത് ചിലപ്പോൾ ഫലം കാണാൻ, ചിലപ്പോൾ ഫലം കണ്ടില്ല എന്ന് വരും. എന്നിരുന്നാലും നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ആ കുഞ്ഞിന് ജീവൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ, ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അന്നത് ചെയ്തില്ല. അന്നത് ചെയ്യാതെ ആ കുഞ്ഞ് മരിച്ച ശേഷം ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അന്ന് ഇത് കണ്ടിരുന്നു, അത് സംഭവിച്ചിരുന്നു എന്നൊക്കെ മീഡിയയുടെ മുന്നിൽ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അന്ന് അത് ചെയ്യണമായിരുന്നു. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ശ്രമം നാട്ടുകാർ ചെയ്യണമായിരുന്നു. അതൊന്നും ഇല്ലാതെ ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞാൽ ഒന്നും ആയില്ല. ആ കുഞ്ഞ് ജീവൻ പോയില്ലേ. ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇനി നാട്ടുകാർക്ക് ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവുമെന്ന് പറയുന്നവരോട്, അവിടെ നടക്കുന്നത് കുടുംബ വഴക്കോ, സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കോ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കോ ഒന്നുമല്ല. ഒരു കുഞ്ഞിനോട് അതിക്രൂരതയാണ് കാണിക്കുന്നത്. അതിൽ ഇടപെടാൻ ആരെയാണ് പേടിക്കേണ്ടത്?